ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. യൂട്യൂബിലെ ഓഡിയൻസ് റിട്ടൻഷൻ ഡാറ്റയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. കുറച്ച് പേരെല്ലാം എനിക്ക് മെസ്സേജ് അയച്ച് ചോദിച്ചിരുന്നു, ഇതുപോലെ ഈ ഓഡിയൻസ് റിട്ടൻഷൻ ഡാറ്റ ഈസ് നോട്ട് അവൈലബിൾ ഫോർ ദിസ് വീഡിയോ എന്ന്. പലർക്കും അവരുടെ വീഡിയോയിൽ ഈ ഒരു കാര്യമെല്ലാം വരുന്നുണ്ട്. അപ്പോൾ പലർക്കുമുള്ള ഒരു ഡൗട്ടാണ് ഈ ഒരു കാര്യം, ഇത് ശരിയാകാത്തത് കൊണ്ടാണോ അവർക്ക് വ്യൂസ് ഒന്നും വരാത്തത് എന്നെല്ലാം. എന്നാൽ നമുക്ക് ഇത് എന്താണ് എന്ന് നോക്കാം. നമ്മൾ സാധാരണ വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്തതിന് ശേഷം അതിലേക്ക് കുറച്ച് വ്യൂസ് എല്ലാം വന്ന് കുറച്ച് ദിവസങ്ങളെല്ലാം എടുത്തതിന് ശേഷമാണ് ഇത്തരത്തിൽ ഈ ഓഡിയൻസ് റിട്ടൻഷൻ ഡാറ്റയെല്ലാം ക്രിയേറ്റ് ആകുന്നത്. അതായത് നമ്മുടെ വീഡിയോസിൽ എവിടെയാണ് കൂടുതലായി ആളുകൾ കണ്ടിരിക്കുന്ന ഭാഗം, എവിടെയാണ് ഡിപ്പ് വന്നിരിക്കുന്നത്, അതായത് കുറവ് വ്യൂസ് വന്നിരിക്കുന്നത്, ഇങ്ങനെ ഓഡിയൻസ് റിട്ടൻഷൻ ഇൻഫർമേഷൻ എല്ലാം തന്നെ നിങ്ങൾ ആ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷം കുറച്ച് ദിവസങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ക്രിയേറ്റ് ആകുന്നത്. നിങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷം വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ദിവസം കഴിഞ്ഞ് 2 ദിവസത്തിനിടയിലെല്ലാം നിങ്ങൾ നോക്കുകയാണെങ്കിൽ എല്ലാവർക്കും ഇതുപോലെ തന്നെയാണ് ഓഡിയൻസ് റിട്ടൻഷൻ ഡാറ്റ ഈസ് നോട്ട് അവൈലബിൾ എന്നെല്ലാമാണ് കാണിക്കുക. അതായത് ഇത് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടി കുറച്ച് ദിവസം, കുറച്ച് സമയമെല്ലാം ആവശ്യമാണ്. നമ്മുടെ വീഡിയോ എല്ലാം ആളുകളിലേക്ക് എത്തിയതിന് ശേഷം മാത്രമാണ് ഇത്തരത്തിൽ ഈ ഒരു ഇൻഫർമേഷൻ എല്ലാം ക്രിയേറ്റ് ആവുക. അല്ലാതെ ഇത്തരത്തിൽ ഈ വരുന്ന ഈ ഒരു മെസ്സേജ് ഇത് കോമൺ ആയ ഒരു മെസ്സേജ് ആണ് എന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കുക. അതിനാൽ തന്നെ ഇങ്ങനെ ഒരു മെസ്സേജ് എല്ലാം കണ്ടു എന്നതുകൊണ്ട് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. ഇത് നിങ്ങളുടെ ചാനലിൻ്റെ വ്യൂസിനെ ഒന്നും തന്നെ ബാധിക്കുന്ന ഒരു കാര്യവുമില്ല. വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കാതിരിക്കുക. പുതിയ ഇൻഫർമേഷനുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്